നമസ്കാരം. നമ്മുടെ ഗ്ലോബൽ കാർണർ സെയിൽസ് സർവീസ് ലിമിറ്റഡ് കമ്പനിയുടെ ഓരോ പർച്ചേസിങ്ങിനും നമ്മുടെ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനിൽ കൂടിയുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ലോക്കൽ ഷോപ്പുകൾ, ലോക്കൽ വെൻഡേഴ്സ് ഇങ്ങനത്തെ ഷോപ്പിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു ഫിസിക്കൽ കാർഡ് നമുക്ക് കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപേക്ഷ കൊടുത്തു. ഒത്തിരി ആൾക്കാർക്ക് ആ കാർഡ് പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷ് അല്ലെങ്കിൽ അല്ല എമൗണ്ട് ലോഡ് ചെയ്യുന്ന എങ്ങനെയൊന്നും KYC ചെയ്ത് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനത് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് ഇന്നലെയാണ് ഈ കാർഡ് എനിക്ക് കിട്ടിയത്. ശേഷം അപ്പോൾ നമുക്ക് ഈ കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത് പൈൻ ബ്രിക്സ് അല്ലെങ്കിൽ പൈൻ ലാബ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കാർഡൊന്ന് കാണിക്കാൻ നമ്മൾ ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് കാർഡൊന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് എനിക്ക് വന്നേക്കുന്ന നമ്മുടെ കാർഡ്. ഓക്കെ, അപ്പോൾ ഈ കാർഡ് എടുത്ത് കാർഡിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വന്നേക്കുന്ന ഒരു ചെറിയൊരു എന്താ പറയുക ഒരു അഡ്രസ്സ് വെച്ചിട്ടുള്ളൊരു ഷീറ്റ് അതിൻ്റെ ഗ്ലോബൽ കാർഡിൽ നിന്നും റുപ്പേ കാർഡിൽ ഇറങ്ങിയിട്ടുള്ളൊരു ഇത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു ആക്ടിവേറ്റ് യുവർ ഗ്ലോബൽ കാർണർ റുപ്പേ പ്രീമിയം പ്ലസ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് ഓവർ കൊടുത്തിട്ട് ഒരു സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ലോഗിൻ ഓൺ www.pinebricks.in ഓർ പൈൻ ബ്രിക്സ് മൊബൈൽ ആപ്പ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്താണ് KYC നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക എല്ലാവരും. ബാക്ക് എടുക്കാം. ബാക്കിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ പ്ലേ സ്റ്റോറിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൻ ബ്രിക്സ്. പൈൻ ബ്രിക്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. പൈൻ ബ്രിക്സ് എന്ന ആപ്പ് അതോ ഞാനിപ്പോൾ ഓൾറെഡി അതിന് ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ്. പുതിയൊരു വ്യക്തിയാണെങ്കിൽ അത് ഇൻസ്റ്റാൾ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്തെ ഇതിനകത്ത് കാണുന്നത് ഇങ്ങനെയല്ല കാണുന്നത്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടാകുന്നതുകൊണ്ടാണ്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അത്യാവശ്യം എല്ലാവരും എഡ്യൂക്കേഷനുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് പുതിയ വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക. നെയിമും നിങ്ങളുടെ പേരും ഫോൺ നമ്പർ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. OTP വരും. OTP വന്ന ശേഷം അത് എന്ത് ചെയ്യുക, ലോഗിനിലേക്ക് പോകും. ലോഗിനിൽ പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, OTP കൊടുത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നേരത്തെ തുടങ്ങി ഈ വീഡിയോ ചെയ്യാനായിട്ട് പലതവണ ചെയ്തു. അപ്പോൾ അത് പലതവണ ചെയ്തിട്ട് ഫുൾഫിൽ ആയതുകൊണ്ട് എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ OTP ഇപ്പോൾ ഇത് വർക്കൗട്ട് ആവുന്നില്ല. ട്രൈ ചെയ്ത് നോക്കാം, എന്ത് സംഭവിക്കണം നോക്കാം നമുക്ക്. ഓക്കെ, എനിക്കത് കയറാൻ പറ്റുന്നില്ല ഇതിലേക്ക്. 6238030829 അടിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, OTP കിട്ടിയാൽ ഷോട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 6238030829 എന്നുള്ള എൻ്റെ നമ്പർ കൊടുത്ത് ലോഗിൻ കൊടുക്കുകയാണ്. ലോഗിൻ കൊടുത്ത് കഴിയുമ്പോഴേക്കും OTP എന്ന സെൻറ്ററിലേക്ക് OTP വരും. നോക്കാം നമുക്ക്. 871103 അല്ലേ, 871103 എന്ന് പറഞ്ഞ OTP നമ്പർ കൊടുത്തു. ഓക്കെ, ഭാഗ്യം കിട്ടി. സമാധാനമായി. അപ്പോൾ OTP കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജ് വന്നു. ഹോം പേജ് വന്നു. ഒത്തിരി പരസ്യങ്ങൾ വരും, ഇന്ന് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഹോം പേജ് വന്ന ശേഷം ഇതാണ് നമ്മുടെ ഹോം പേജ്. അതിനകത്ത് ബൈ ഗിഫ്റ്റ് വൗച്ചേഴ്സ്, സെൻഡ് ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞ സാധനം കാണാം. മുകളിൽ കാണുന്ന ഹോമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാണുന്ന ഒരു 3 പാരലൈൻ ക്ലിക്ക് ചെയ്യുക. 3 പാരലൈൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ പേര് കൊടുത്താക്കുന്നുണ്ട്, പേരോട് വരും. ദെൻ ഹോം, റെഡീം റിവാർഡ്സ്, മൈ ഗിഫ്റ്റ്, മൈ ഓർഡേഴ്സ്, മൈ വൗച്ചേഴ്സ്, മൈ കാർഡ്സ്, സെറ്റിങ്സ് എടുക്കാം. ഓക്കെ, സെറ്റിങ്സ് എടുത്തിട്ട് സെറ്റിങ്സിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് എടുക്കാൻ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ട് അവിടെ മാനേജ് MPIN, ഒരു MPIN ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ പുതിയ വ്യക്തികളാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല കാണുന്നത്. ക്രിയേറ്റ് MPIN എന്ന് കാണും. ഫസ്റ്റ് ഒരു നമ്പർ കൊടുക്കുക, സെക്കൻഡ് ഒന്ന് നമ്പർ കൊടുക്കാൻ പറയും എന്ന് പറയുന്നത് 2 നമ്പർ. ടോട്ടലി ഒരു 4 ഡിജിറ്റ് നമ്പറോ 6 ഡിജിറ്റ് നമ്പറായി കൊടുക്കേണ്ടത്. നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുക. ഒരിക്കലും മറന്നു പോകാത്ത രീതിയിലുള്ള നമ്പർ ആയിരിക്കണം. മറന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിന് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും അത് ആവശ്യം വരും. ഓക്കെ, അത് ഇപ്പോൾ ചെയ്താക്കണം. നമുക്ക് ചേഞ്ച് MPIN-ഉം പിൻ വന്ന് ചേഞ്ച് MPIN, സെറ്റ് MPIN, പിന്നെ എന്താ ഡിസേബിൾ MPIN ആക്കി കാണുന്നു. ഓക്കെ, അപ്പോൾ ഇത് ശേഷം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ശേഷമാണ് നമുക്കൊരു എന്താ പറയുക നമ്മുടെ
ഡോക്യുമെൻറ്റേഷൻ എന്ന് കാണുന്ന മിക്കവാറും. അപ്പോൾ എനിക്ക് ഡോക്യുമെൻറ്റേഷൻ വന്നപ്പോൾ ഞാൻ പാൻ കാർഡ് ഞാൻ കൊടുത്താണ്, പാൻ കാർഡ് നമ്പറും കൊടുത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് KYC. അതൊക്കെ നിങ്ങൾ ഇത് നോക്കുമ്പോൾ അത് മനസ്സിലായിക്കോളും. എല്ലാവരും എഡ്യൂക്കേഷനായുള്ള വ്യക്തികളൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലായിക്കോളും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ പറഞ്ഞ സെറ്റിങ്സിലൂടെ കാണുന്ന ഇവിടെ ബാക്ക് പോകാം. ബാക്ക് പോയിട്ട് വീണ്ടും ആ പേർ ലൈൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ മൈ കാർഡ്, ഓക്കെ, മൈ കാർഡൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. മൈ കാർഡിൽ ഇത് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇത് ചിലപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് നമ്മുടെ യൂസർ ആപ്പിലും അത് കാണാൻ സാധിക്കും. അതൊന്ന് കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഈ മൈ കാർഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ടോ നോക്കാം. ഇതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇത്രയും ചെയ്ത ശേഷം ഈ പറഞ്ഞ പൈൻ ബ്രിക്സിലേക്ക് നമ്മളുടെ പേരെല്ലാം രജിസ്റ്റർ ചെയ്ത് ആ സെറ്റിങ്സിൽ കയറി MPN കൊടുത്ത് അതിനകത്ത് KYC എല്ലാം കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ബാക്ക് പോവുക. ഒന്നുകിൽ ഇത് മിനിമൈസ് ചെയ്ത് ബാക്ക് പോവുക. അപ്പോൾ ഞാനത് മിനിമൈസ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി എന്താ പറയണം, നമ്മളുടെ ആപ്ലിക്കേഷൻസ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ കാണണം. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഗ്ലോബൽ ഗാർഡിൻ്റെ ആപ്ലിക്കേഷൻ അറിയാമല്ലോ എല്ലാവർക്കും. യൂസർ ആപ്പ് എല്ലാവർക്കും അറിയാം. യൂസർ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, യൂസർ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഹോം പേജ് സ്റ്റാർട്ട് ചെയ്തു. ഹോം പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അതിനകത്ത് ഒരുപാട് സ്ക്രീനിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണെന്നല്ലേ അറിയാമല്ലേ. എന്താ വേണ്ടത്, നമുക്ക് പ്രീപെയ്ഡ് കാർഡിൻ്റെ ഓപ്ഷൻ എടുക്കാം. ഓക്കെ, പ്രീപെയ്ഡ് കാർഡിൻ്റെ ആ ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന പ്രീപെയ്ഡ് കാർഡ്, അതിനകത്ത് ഗ്ലോബൽ ഗാർഡിൻ്റെ പ്രീപെയ്ഡ് കാർഡ് പിക്ചർ, ഓൾ യു നീഡ് ടു നൗ. ഓക്കെ, അത് താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ നേരത്ത് ഡിജിറ്റൽ ഫിസിക്കൽ ഓൾ കാർഡ് പിക്ചർ കാണാൻ പറ്റും. പ്രീലോഡബിൾ പ്രീപെയ്ഡ് കാർഡ് ഇപ്പം നിൽക്കുന്ന 199 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ കാർഡാണ്. ഡിജിറ്റൽ കാർഡ് എടുത്ത ആൾക്കാർക്ക് പ്രീപെയ്ഡ് കാർഡൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ ഫിസിക്കൽ കൊടുക്കണമെങ്കിൽ 499 രൂപയുടെ കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ എന്ത് ചെയ്യുക, മാനേജ് കാർഡിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കി കാണാൻ പറ്റും. ഇതിനകത്ത് ഈ കാണുന്ന ഈ സ്ക്രീനിൽ നോക്കി കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്ലൈ നൗവിൽ തൊട്ട് താഴെയായിട്ട് ഇഷ്യൂഡ് ബൈ പൈൻ ലാബ്സിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക റൗണ്ട് അല്ലേ സ്ക്വയറിൽ ഒരു പിക്ചർ അതായത് കാണുന്നുണ്ട്. എന്താ പറയുക, ഒരു ഗിഫ്റ്റിൻ്റെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന പിക്ചർ ക്ലിക്ക് ചെയ്യാൻ ഇവിടെയാണ് മൈ കാർഡ്സ്. ഇതിലാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം കിടക്കുന്നത്, മൈ കാർഡ്സിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈ കാർഡ്സിൽ നമ്മുടെ കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കാർഡ് കിട്ടിയ കാർഡൊക്കെ ആയിട്ടൊന്ന് കമ്പയർ നോക്കാം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ കാർഡും നോക്കാം. നമ്മുടെ കിട്ടിയ കാർഡിൽ എന്താ പറയണം, ഈ കാർഡിൽ ഇഷ്യൂ ചെയ്തേക്കണ പൈൻ ലാബ്സ് അതിനകത്ത് ഫിനിഷ് ഫുൾ KYC കൊടുത്തിട്ടുണ്ട്. റീലോഡബിൾ പ്രീമിയം പ്ലസ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാർഡ് ID എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്, 2756776 എന്നുണ്ട്. ഈ കാർഡ് നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ കാർഡിൻ്റെ ഒപ്പം തന്നെ, അതായത് നമ്മളെ കൊറിയർ വന്ന സമയത്ത് നേരത്തെ ഫസ്റ്റ് കാണിച്ചു ഒരു പേപ്പർ കാണിച്ചായിരുന്നു. അതിനകത്ത് നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ എൻ്റെ അഡ്രസ്സ് കൊടുത്തതിൻ്റെ ഇതിൽ റെഫറൻസ് നമ്പർ, ഒരു സീരിയൽ നമ്പർ എന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ സീരിയൽ നമ്പറിൽ കാണുന്ന നമ്പറാണ് ഈ പറഞ്ഞ നമ്പർ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സീരിയൽ നമ്പർ ആയിരിക്കും നല്ലതായിരിക്കും അറിയാൻ പറ്റും. അപ്പോൾ ഓരോരുടെ സീരിയൽ നമ്പർ നോക്കുക, ഈ നമ്പർ തന്നെയാണോ നോക്കുക. അപ്പോൾ എൻ്റെ അതിൽ 2756776 എന്ന് പറഞ്ഞ നമ്പർ, ബാക്കി കുറച്ച് നമ്പർ കൊണ്ട് അപ്പുറത്ത് വേറെ ഉണ്ട്, അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ആ നമ്പറാണ് ഇവിടെ കൊടുത്തായിരുന്നു. അതാണ് സീരിയൽ നമ്പർ, കാർഡ് നമ്പർ കൊടുത്താണ് ആ നമ്പറാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്പർ. ഇതിനകത്ത് ഷോ ബാലൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പൈസ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് അവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ 300 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ക്യാഷ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ 300 രൂപയുടെ താഴെ കാണുന്ന അല്ലെങ്കിൽ ആ കാണുന്ന എന്താ പറയുക മാനേജ് എന്ന് പറഞ്ഞൊരു ബ്ലൂ കളറിൽ കാണുന്നൊരു മാനേജ് ഉണ്ട്. ആ മാനേജ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും മാനേജ് കാർഡ് നേരത്തെ നമ്മളുടെ എന്താ പറയുക സജി സാറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മാനേജ് കാർഡ് ക്ലിക്ക് ചെയ്യുക, ലോഡ് മണി ആഡ് ചെയ്യുക, അത് കാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് മാനേജ് എന്ന് പറയുമ്പോൾ മാനേജ് കാർഡ് എന്ന് പറയുന്ന സാധനം കാണാം. ഫസ്റ്റ് മാനേജ് കാർഡ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് നമ്മളുടെ പേജിലെ കാർഡ് പൈൻ ബ്രിക്സ് കാർഡിലേക്ക് പോകും. അവിടെ OTP വാലിഡേഷൻ വരും. ഓക്കെ, OTP വാലിഡേഷൻ വരുന്നിടത്ത് ഈ നമ്പർ അടിച്ചെടുക്കും 160313 1600313 അല്ലേ, 160313 എന്നുള്ള നമ്പർ OTP വാലിഡേഷൻ നമ്പർ അടിച്ചെടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുക്കാൻ നേരത്ത് അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് വന്നു. ഓക്കെ, നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ ഇതിക്ക് മുമ്പ് എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായിക്കോളൂ. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്, സോറി. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് കിട്ടിയ കാർഡാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഈ കാർഡ് കണ്ടു, സ്ക്രീനിൽ കാർഡ് കാണുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ എന്താ പറയണ ഇതിട്ട് തരാം. നമ്മുടെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം.
ആ കാർഡ് തന്നെയാണോ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കിട്ടിയ എൻ്റെ കാർഡാണ് 6083 എന്ന് പറഞ്ഞ നമ്പർ കാണിച്ചിട്ടുണ്ട്, പേയ്മെൻറ്റ് അയച്ചെന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ കാർഡും ഈ കാർഡും സെയിം തന്നെയാണ് നോക്കാം. ഓക്കെ, നമ്മളിതൊക്കെ സെറ്റ് ചെയ്തതാണ് കേട്ടോ, ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാക്കണേണ്. ഓക്കെ, അത് നിങ്ങളും ചെയ്ത് മനസ്സിലായിക്കോളും. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ കാർഡ് ഡീറ്റെയിൽസ് റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത്, ഈ റെഫറൻസ് നമ്പർ എന്ന് പറയുന്ന 5611 എന്ന് പറയുന്ന അത് കാർഡിൻ്റെ ബാക്കിലുള്ള നമ്പറാണ്. അത് എല്ലാവരുടെയും ഓരോ കാർഡിനും വ്യത്യസ്തമായ നമ്പറാണെന്ന് എല്ലാവർക്കും അറിയാം. യൂണിക്കാണ് എല്ലാ നമ്പറും. ഓരോരോ കാർഡ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അത് ബാലൻസ് NRI എന്ന് പറഞ്ഞിട്ട് INR 300 എടുപ്പുണ്ട്. സ്റ്റാറ്റസ് ആക്ടിവേഷൻ, മാനേജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റീസെറ്റ് പിൻ വേണമെങ്കിൽ ചെയ്യാം. ട്രാൻസാക്ഷൻ നമുക്ക് നോക്കി കാണാൻ പറ്റും. ട്രാൻസാക്ഷൻ നമുക്കിനകത്ത് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ള ഓരോ എമൗണ്ടുകൾ, ഇപ്പോൾ 100 രൂപ ആഡ് ചെയ്തിട്ടുണ്ട് 17 ജൂണിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെയ്തിട്ടുണ്ട്. 17 ജൂണിലാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത് 100 രൂപ. ഇപ്പോഴല്ല, നേരത്തെ. അതായത് എനിക്ക് ഡിജിറ്റൽ കാർഡ് കൊണ്ട് ഉള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ 100 രൂപയാണ്. പിന്നെ ഇന്നലെ കാർഡ് വന്നപ്പോൾ ഞാൻ ഇന്നലെ ഒരു 100 രൂപ ആഡ് ചെയ്തു. ഇന്ന് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി നേരത്തെ 100 രൂപ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 100 ആഡ്, അങ്ങനെ 300 എടുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കാർഡ് ഇവിടെ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഓക്കെ, കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ബാക്ക് പോവാം. ബാക്ക് പോയിട്ട് വീണ്ടും അത് വരും, OTP വരും. ഇപ്പോൾ വീണ്ടും ഓക്കെ, മാനേജ് വീണ്ടും എടുക്കുക. മാനേജ് എടുത്തിട്ട് ലോഡ് മണി ഉണ്ടോ, ലോഡ് മണി എടുക്കുക. നമുക്ക് മാനേജ് കാർഡ് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ലോഡ് മണി എടുത്തിട്ട് നമുക്കിതിനകത്ത് ക്യാഷ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം ഒരു മാസം 2 ലക്ഷം വരെ ആഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് കാണിക്കുന്ന മന്ത്ലി റീലോഡ് ലിമിറ്റ് ഈസ് 9700. അപ്പോൾ അതായത് 300 രൂപ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. 10000 രൂപേനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് അറിയത്തില്ല, 2 ലക്ഷം വരെയും ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അറിവ്. എങ്ങനെയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ക്യാഷ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ 100 രൂപ ആഡ് ചെയ്തു. ഇതിനകത്ത് പക്ഷേ ഈ ഫോണിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഇതിനകത്ത് UPI അക്കൗണ്ട് ഇരിക്കുന്നത് വേറെ ഫോണിലാണ്. അപ്പോൾ അത് അറിയത്തില്ല എങ്ങനെയെന്നുള്ള, ചിലപ്പോൾ പോകാൻ ചാൻസ് കുറവാണ്. ഓക്കെ, എങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ലോഡ് മണി എടുത്ത് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ നേരത്ത് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിലും വന്നു, പേ മെത്തേഡ് UPI, ഡെബിറ്റ് കാർഡ് അങ്ങനെ വന്നു. അപ്പോൾ ഇത് UPIയിലാണെങ്കിൽ നമുക്ക് എന്താണ് 105 രൂപയാണ് വരുന്നത്. 105 രൂപ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എമൗണ്ട് യു വിൽ ഏൺ 105.99 GG കോയിൻസ്. GG കോയിൻ നമ്മളിടുന്ന എമൗണ്ട് അപ്പം തന്നെ GG കോയിനിലേക്ക് കൺവേർട്ട് ആവുന്നതാണ്. ഓക്കെ, ദെൻ യു വിൽ ഏൺ 5.99, അതായത് 5.99% കൺവീൻസ് ചാർജ് പോകുന്നത്. നമുക്ക് പെട്രോൾ കോയിൻസായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമ്മൾ നേരെ മറിച്ചിട്ട് ഡെബിറ്റോ ക്രെഡിറ്റോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ചെയ്യണമെങ്കിൽ ഈ 5 നിന്ന് 8 മാറും, 108 രൂപയായിട്ട് മാറും. ഓക്കെ, 108 രൂപയിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഈ പറഞ്ഞ UPIയിൽ എനിക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം എങ്കിൽ ഈ ഫോണിലുള്ള UPI ഇരിക്കുന്നത് മറ്റേ ഫോണിലാണ്. ആ ഒരു ഫെസിലിറ്റീസ് ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണെങ്കിൽ UPI എന്നുള്ള ഒരു പേന കൊടുക്കാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാം. URL നോട്ട് ലോഞ്ചാണ്. URL ഇവിടെ ലോഞ്ചിങ് ആയിട്ടില്ല. അതിൻ്റെ കുറച്ചിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിക്കോളും. പക്ഷേ നേരെ മറിച്ചിട്ട് ഡെബിറ്റ് എന്ന് പറയുന്ന കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് എന്ന് കൊടുക്കാൻ നേരത്ത് 108 രൂപ വന്നു. അതിൽ പേ കൊടുക്കാൻ നേരത്ത് നേരെ അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് ലോഡിങ് പോയി. അതിനകത്ത് പേയ്മെൻറ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് UPI ആൻഡ് Paytm എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവന്ന് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ്, വാലറ്റ്, EMI ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. UPI എന്ന് പറഞ്ഞ സെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പേ നൗവിൽ ചിലപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ UPI ID മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നേരെ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോയി നേരത്തെ കാണിച്ച പോലെ തന്നെ ആഡായിട്ട് അവിടെ വന്ന് കിടക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പോകുന്നില്ല, നിങ്ങൾ നോക്കിയാൽ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ യു വിൽ ക്യാൻസൽ ദ പേയ്മെൻ്റ് ആണ്, നമുക്ക് ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മളുടെ പേയ്മെൻറ്റ് നമുക്കിനകത്തേക്ക് ലോഡ് മണി ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളുടെ വീഡിയോ. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ നേരം ഈ വീഡിയോ ഇങ്ങനെ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് പല കാരണത്താൽ ഇത് ഫുൾഫിൽ ആയില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് സിമ്പിളായിട്ട് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ പറഞ്ഞ പൈൻപ്രിക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലാണ് നമ്മൾ KYC കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടത്. ശേഷമാണ് നമ്മുടെ യൂസർ ആപ്പിൽ കയറിയിട്ട് ഈ പറഞ്ഞ കാർഡും കാര്യങ്ങളൊക്കെ അതൊക്കെ പേര് കാർഡ് ചെയ്യണം എന്ന ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഓരോരുത്തരും അത് കയറി നോക്കി ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ചെറിയൊരു
പ്രസൻറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ടു ഓൾ. താങ്ക്സ് സോ മച്ച്.